കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യഹൂദന്മാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥനാ രീതികളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. ക്ഷമയും അമീതയും. ദശമ കൂടാതെ അമീത എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകളാണ് യഹൂദന്മാർക്ക് ഉള്ളത്. യഹൂദ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി പല ജൂതന്മാരും ക്ഷമയെ കണക്കാക്കുന്നു. കാരണം അത് വിശ്വാസത്തിൻ്റെ പ്രധാന തത്വത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള ഏകദൈവ വിശ്വാസ തത്വമാണിത്. ക്ഷമയുടെ ഈ ഭാഗം എടുത്തിരിക്കുന്നത് തോറയിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നത് പോലെ, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ക്ഷമയിൽ ഊന്നൽ നൽകുന്ന ഉടമ്പടി ദൈവം യഹൂദ ജനതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കൽപ്പനയാണ് ഇത് എന്നാണ്. പല യഹൂദന്മാരും ദിവസത്തിൽ 3 പ്രാവശ്യം ക്ഷമ പറയുന്നു, രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും. മിസൂസ. പല യഹൂദ ഭവനങ്ങളിലും ക്ഷമയുടെ ആദ്യ 2 വരികൾ ഒരു ചുരുളെഴുതി ഒരു മിസൂസയ്ക്കുള്ളിൽ സ്ഥാപിക്കുന്നു. അത് വാതിൽപ്പടിയിലോ ഗേറ്റിലോ ആണി അടിച്ചിരിക്കുന്നു. തങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴെല്ലാം മിസൂസയിൽ തൊടുന്നതിലൂടെ യഹൂദർ ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. അമീത. യഹൂദ മതത്തിലെ മറ്റൊരു പ്രധാന പ്രാർത്ഥനയാണ് അമീത. ആരാധന സേവനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന പ്രാർത്ഥന ആണിത്. നിൽക്കുമ്പോഴും അഭിമുഖീകരിക്കുമ്പോഴും എപ്പോഴും ചൊല്ലുന്നതിനാൽ അതിനെ നിൽക്കുന്ന പ്രാർത്ഥന എന്ന് വിളിക്കുന്നുണ്ട്. അമീത പ്രാർത്ഥനയിൽ 19 അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവയെ 3 ഭാഗങ്ങളായി തിരിക്കുവാൻ പറ്റും. ദൈവത്തെ സ്തുതിക്കുന്നു, സഹായം ആവശ്യപ്പെടുന്നു, സ്തോത്രം ചൊല്ലുന്നു. പ്രവൃത്തി ദിവസങ്ങളിലെ ആരാധനകളിലും അമീത ഉപയോഗിക്കുന്നു. ശബത്ത് സേവനങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഓർത്തഡോക്സ് സിനഗോഗുകളിലെ ആരാധന. ഓർത്തഡോക്സ് സിനഗോഗിൽ ദിവസേന 3 ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ചില പരിഷ്കരണ യഹൂദ സിനഗോഗുകളിലും ഈ സേവനങ്ങൾ നടത്തുന്നു. പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് റബി. സിനഗോഗിനുള്ളിൽ ദൈവത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനായി മനുഷ്യർ തുണി കൊണ്ട് തല മറയ്ക്കുന്നു. സ്ത്രീകൾ സ്കാർഫ് അല്ലെങ്കിൽ തൊപ്പി ഉപയോഗിച്ച് മുടി മറയ്ക്കുന്നു. ഓർത്തഡോക്സ് സിനഗോഗുകളിൽ സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെ ഇരിക്കുമ്പോൾ നവീകരണ സിനഗോഗുകളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും. ചില ഓർത്തഡോക്സ് യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ചാഞ്ചാടുന്നു. ഇത് പറയുന്ന വാക്കുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവരെ സഹായിക്കുന്നു. യഹൂദ പുരുഷന്മാരും ആൺകുട്ടികളും ദൈവത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനായി തുണി കൊണ്ടോ തൊപ്പി കൊണ്ടോ തല മറയ്ക്കുന്നു. ഓർത്തഡോക്സ് സിനഗോഗുകളിൽ നിന്നും വ്യത്യസ്തമായി നവീകരണ സിനഗോഗുകളിൽ സാധാരണയായി എല്ലാ ദിവസവും ശുശ്രൂഷകൾ നടത്താറില്ല. നവീകരണ സിനഗോഗുകളിലെ പ്രാർത്ഥനകൾ ഓർത്തഡോക്സ് സിനഗോഗുകളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം പ്രാർത്ഥനയുടെ വാക്കുകൾ ഹീബ്രുവിലും സിനഗോഗിൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ഭാഷയിലും പറയുന്നു. UK-യിൽ ഇത് ഇംഗ്ലീഷാണ്. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നു. സംഗീതോപകരണങ്ങൾ വായിക്കുന്നു. യഹൂദന്മാർ യഹോവ എന്ന ദൈവനാമം ഒരിക്കൽ പോലും ഉപയോഗിക്കാറില്ല. ഇതിന് കാരണം 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായി എടുക്കരുത് എന്നുള്ളത്. ഈ കൽപ്പനയനുസരിച്ച് യഹൂദന്മാർ യഹോവ എന്ന നാമത്തിന് പകരം അഡോണായി, ഏലോഹീം എന്നുള്ള പേരുകളാണ് ഉപയോഗിക്കുന്നത്. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായ ഷേമ ഇസ്രായേൽ, അതായത് ഇസ്രായേലെ കേൾക്കുക, അഡോണായി നമ്മുടെ ദൈവം, അഡോണായി ഏകൻ, ദൈവനാമം വാഴ്ത്തപ്പെട്ടതാണ്, അവൻ്റെ മഹത്വമുള്ള രാജ്യം എന്നേക്കും നിലനിൽക്കുന്നു, നിന്റെ ദൈവമായ അഡോണയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നിങ്ങനെ ഈ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഡോണായി, ഏലോഹീം എന്നിങ്ങനെയുള്ള പേരുകളുടെ അർത്ഥം ദൈവം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യഹോവ എന്ന ദൈവത്തിൻ്റെ നാമത്തിന് പകരം അവർ ഉപയോഗിക്കുന്നത് ഈ പേരുകളാണ്. ഹീബ്രു ബൈബിൾ പരിശോധിച്ചാൽ ഹഷായിം എന്നുള്ള പേരുകളും അഡോണായും ഏലോഹീം, ഏൽ എന്നുള്ള പേരുകളും നമുക്ക് കാണാം. ഇത് യഹോവയായ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരുകളാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ടതാണ് മിസ്ര, അതായത് കിഴക്ക്. കിഴക്ക് യെരുശലേമിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത്.
മിക്ക പ്രവാസി ജൂതന്മാരും പ്രാർത്ഥിക്കുമ്പോൾ പരമ്പരാഗത ഇസ്രായേൽ, അതായത് കിഴക്കിനെ അഭിമുഖീകരിക്കുന്നു. ലോകത്ത് എവിടെയുമുള്ള യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് കിഴക്ക് യെരുശലേമിന് നേരെയാണ്. ഇതിന് ആധാരമായിരിക്കുന്ന ഒരു സംഭവം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം. ദാനിയേൽ പ്രവാചകൻ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ദിവസവും 3 നേരം സ്തോത്രം ചെയ്തു എന്ന് അവിടെ വായിക്കുന്നു. പ്രവാസ ലോകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദൻ ഇസ്രായേൽ ദേശത്തേക്ക് സ്വയം നയിക്കുമെന്ന് തൽമൂദ് പ്രസ്താവിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിലേക്ക്, ജെറുസലേമിൽ നിന്ന് ആലയത്തിലേക്ക്, ആലയത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക്. ഇതേ നിയമം മിഷ്നയിലും കാണാം. എന്നിരുന്നാലും ഒരു സിനഗോഗിലെ കൂട്ടായ പ്രാർത്ഥനകൾക്ക് പകരം വ്യക്തിഗത പ്രാർത്ഥനകൾക്ക് മാത്രമേ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. പരമ്പരാഗത യഹൂദ ഭവനങ്ങളിൽ ശരിയായ പ്രാർത്ഥന സുഗമമാക്കുന്നതിന് മിസ്രയുടെ, അതായത് കിഴക്കിൻ്റെ ദിശയിലുള്ള മതിൽ അടയാളപ്പെടുത്തുന്നത് പതിവാണ്. ഈ ആവശ്യത്തിനായി ആളുകൾ മിസ്ര എന്ന വാക്ക് ആലോകനം ചെയ്ത് കലാപരമായ മതിൽ പലകകളും സൂര്യൻ്റെ ഉദയം, അതായത് നിമിസ്ര മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടും എന്നുള്ള വാക്കുകളും ഉപയോഗിക്കുന്നു. ഈ പലകകൾ സാധാരണയായി ആളുകൾ പ്രാർത്ഥിക്കുന്ന മുറികളിലോ സ്വീകരണ മുറികളിലോ കിടപ്പ് മുറികളിലോ സ്ഥാപിക്കുന്നു. ദിവസത്തിൽ 1-2 പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക വാചകം വായിക്കേണ്ട ആവശ്യമില്ല. പരമ്പരാഗതമായി ദിവസവും 3 പ്രാർത്ഥനാ സേവനങ്ങൾ വായിക്കുന്നു. പ്രഭാത പ്രാർത്ഥന, ഉച്ചകഴിഞ്ഞുള്ള പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന. യഹൂദന്മാർ പ്രാർത്ഥനയെ ഹൃദയ സേവനം എന്ന് വിളിക്കുന്നു. അവർ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിരവധി മാർഗങ്ങളിൽ ഒന്നാണിത്. യഹൂദ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായ ഷേമ ഇസ്രായേൽ അഡോണായ് ഏലോഹിന് അഡോണായ് ഏഹാദ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനർത്ഥം ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. പ്രാർത്ഥനകൾ സാധാരണയായി പരമ്പരാഗത താളങ്ങൾ ഉപയോഗിച്ചാണ് ആലപിക്കുന്നത്. അവയിൽ ചിലത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും നിഗൂഢ പ്രാധാന്യമുള്ളതുമാണ്. സിനഗോഗിലെ പെട്ടകത്തിനുള്ളിൽ 1 അതിലധികമോ തോറ ചുരുളുകൾ ഉണ്ട്. ഓരോന്നും ബഹുമാനത്തോടെ പരിഗണിക്കപ്പെടുന്നവയാണ്. പെട്ടകത്തിൽ നിന്നും തോറ നീക്കം ചെയ്യപ്പെടുമ്പോഴെല്ലാം തോറ അതിൽ സ്ഥാപിക്കുന്നത് വരെയും നിൽക്കുകയാണ് പതിവ്. തോറ വായന ശുശ്രൂഷ വേളയിൽ ഒരു പരമ്പരാഗത ട്യൂൺ ഉപയോഗിച്ചാണ് വായിക്കുന്നത്. വായനയ്ക്കിടെ ഒരു കൂട്ടം പുരുഷന്മാരെ ഹീബ്രു ഭാഷയിൽ ബീമയിലേക്ക് വിളിക്കുന്നു. ബീമയിലേക്ക് വിളിക്കുന്ന ആളുകളുടെ എണ്ണം ശബത്തിൽ 7, അവധി ദിവസങ്ങളിൽ 5, പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ച സമയങ്ങളിലും 3 ഇങ്ങനെയാണ്. ബീമയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും തോറ വായിക്കുന്ന വ്യക്തി വിളിച്ചു പറയുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ചെറിയൊരു അനുഗ്രഹം പറയുന്നു. വായനക്കാരൻ തോറയുടെ ഒരു ഭാഗം വായിക്കുന്നു. തുടർന്ന് അവർ 2ാമത്തെ അനുഗ്രഹം ചൊല്ലുന്നു. ഈ നടപടിക്രമം ഒരു അലിയയെ നേടുക എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ അലിയ എന്ന് പറയുന്നത് ബ്ലെസ്സിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാർ ഷേമ ഇസ്രായേൽ എന്ന പ്രാർത്ഥന അവരുടെ മരണാസന്നമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും ഉപയോഗിക്കുന്നു. യഹൂദ രക്തസാക്ഷികൾ ഉൾപ്പെടെ അത് തങ്ങളുടെ അന്തിമ വിശ്വാസമായാണ് കണക്കാക്കപ്പെടുന്നത്.